എന്താ ചേട്ടനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞേ? എവിടെയായിരുന്നു? കുറെ നേരമല്ല പോയിട്ട്. ഞാൻ പോയി നടന്നങ്ങ് പോയി. കാര്യം പറ. അതെ, ഞങ്ങള് ചർച്ച ചെയ്തപ്പോഴേ കാറിന്റെ കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷൻ. ഓ, അപ്പൊ ഇപ്പൊ എല്ലാം വിശ്വാസമായി. ആ, കാറിന്റെ കാര്യത്തിൽ എന്താണ് കൺഫ്യൂഷൻ? കളർ ഏതെടുക്കണം? പലവരും പല കളറാന്നേ പറയണേ. കളർ എന്റെ ഒരു അഭിപ്രായത്തില് നമുക്ക് ഡുവൽ കളർ എടുക്കുന്നതായിരിക്കും നല്ലത്. അതാവുമ്പോ ഒരു 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 ആന ചന്തം കാണും. ഡുവൽ കളർ അല്ലേ? ആ, സൂപ്പർ ആയിരിക്കും. ശരിയാ, സൂപ്പർ ആയിരിക്കും. കാരണം ഈ മിക്സിങ് എപ്പോഴും നല്ലതാണ്. മിക്സിങ് നല്ലതാണ്. അതെ, വാ നമുക്കെന്നാ പിന്നെ അകത്ത് പോയിട്ട് എല്ലാവരും കൂടെ ആയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് സംസാരിക്കും. നടക്കങ്ങട്. അതായത് ഈ സാധാരണ ഡ്യുവൽ കളർ എന്ന് പറഞ്ഞാല് സാധാരണ ഡ്യുവൽ കളർ എന്ന് പറഞ്ഞാല് എല്ലാം കറുപ്പും വെള്ളയായിരിക്കും. ഇതേറ്റി എല്ലാരും ഇങ്ങനെ നിൽക്കുന്നേ. ഓ, ഈ കളറിന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കും അല്ലേ ചേച്ചി? അതാണ് ഇപ്പൊ എന്നെ വിളിച്ചു വരുത്തിയത്. അതായത് നമുക്ക് ഈ കറുപ്പും പച്ചയുള്ളൊരു കോമ്പിനേഷൻ പിടിക്കാം. ആ ഒരു മിക്സിങ് ആകുമ്പോ പൊളിക്കും. നീ രണ്ട് കാര്യം പറഞ്ഞാ മതി, ബാക്കി കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞായിരുന്നു. കാറിന്റെ ബാറിന്റെ കാര്യം മനസ്സിലായില്ല. അശ്യോ ചേച്ചി, അവന് മനസ്സിലായില്ല, പാവം. ഒന്ന് ഇരുത്തി എന്ന് പറഞ്ഞു കൊടുത്തേ, അപ്പൊ ചിലപ്പോ മനസ്സിലാവുമായിരിക്കും. നീയേ അച്ഛനെ ബാറിന്റെ മുമ്പിൽ വെച്ച് കണ്ട കാര്യം അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. എന്റെ ചോദ്യം, നീ എന്തിനു അവിടെ പോയി? ഞാനേ ഞാന് വളരെ യാദൃശ്ചികമായിട്ട് അതും ഇങ്ങനെ നടന്നു പോയപ്പം വളരെ യാദൃശ്ചികമായിട്ട് കുഴപ്പളത്തച്ഛൻ ആ ബാറിൽ നിന്ന് ഇറങ്ങി വന്നപ്പം അതിലും വളരെ യാദൃശ്ചികമായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടതാണ്. ഒന്നും പറയാനില്ല, നമ്മൾ എല്ലാവരും കണ്ണടച്ച് വിശ്വസിച്ചു. എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല. സത്യം പറയുന്നുണ്ടോ അതോ നിങ്ങൾ എന്താണ് പറഞ്ഞു പറഞ്ഞത്? ഞാൻ മദ്യപാനം കുടിച്ചെന്നാ? മദ്യപാന ആരോപണം. മദ്യപാന ആരോപണോ? അരവണേ അമ്മുമ്മേ, ഇപ്പോഴേ ചെക്കന്റെ വാക്കൊക്കെ തെറ്റി തുടങ്ങി. ശരിയാടാ, സൂപ്പർ ആയിട്ടുണ്ട്. ഇതെന്തോ കൂടി ഉടായിപ്പ. ഇല്ലേട്ടാ, ഇല്ലേ സത്യമായിട്ട് ഞാൻ ഇല്ല. എവിടെ പോണ് നീ? അല്ല, ചേച്ചി ആരെങ്കിലും കോൾ ചെയ്യുന്ന ജോഷുവ പറയടാ. കേശുവാ? അയ്യോ, കേശു ഇപ്പൊ ബാത്റൂമിലാണല്ലോ. അപ്പം വരുമ്പോ ഇറങ്ങുമ്പോ വിളിച്ചാ മതി എന്ന് പറഞ്ഞാ മതിയോ? ആ, അല്ല ജോഷുവാ, നീ ഇപ്പൊ എവിടെയുണ്ട്? നീ വീടിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ആണോ? എന്നാ ഒന്ന് കേറിയിട്ട് പോടാ. അല്ല, കൊറേ നാളായല്ലോ എല്ലാവരെയൊക്കെ കണ്ടിട്ട്. ഇപ്പൊ എല്ലാരെയും കണ്ടിട്ടൊക്കെ ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഇപ്പൊ തന്നെ പോരെ? ശരി. അച്ഛ ഒന്ന് മാറി. ഞാൻ കയറണോ? നിങ്ങൾ എവിടെ പോണം? ഞങ്ങൾ രണ്ടുപേരും കൂടിയാണല്ലോ പോയത്. ഇവിടെ നിൽക്കാൻ ഇടയ്ക്ക് രക്ഷപ്പെടാൻ നോക്കും. ഞാൻ പറഞ്ഞിട്ട് നീ പുറത്തേക്ക് ഇറങ്ങിയാ മതി. ചേച്ചി ഞാന് ഹലോ. ചേച്ചി എന്തേ ചേച്ചി ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ചുമ്മാ ഇത്ര നാളായി കണ്ടിട്ട്. ചേച്ചി കേശകാലത്തുണ്ടാ? പിന്നെ കേശവത്തുണ്ട്, നീ അതേക്ക് വാ. ഹലോ. അതെ, ഇതെന്റെ അമ്മായിയമ്മ, അതെന്റെ അമ്മായിയപ്പൻ. ഇതെന്താ എല്ലാവരും? നിന്നെ കണ്ടിട്ട് കൊറേ നാളായല്ലോ. അപ്പൊ ഇങ്ങനെ വിശദമായിട്ട് മൊത്തത്തിൽ ഇങ്ങനെ കാണുന്ന ചേച്ചി വന്നതാ. മോനെ ജോഷുവ. ചേച്ചി പറഞ്ഞു. ഞാൻ നിന്നെ എന്റെ സ്വന്തം അനിയനെ പോലെ നടക്കുന്നത്. അതേലോ? நான் உன்னை என்னோட சொந்தம் தம்பி மாதிரி தானே பார்த்திருக்கேன். ആണല്ലോ. ഞാൻ സ്വന്തം മോനെ പോലെ അല്ലോടാ നിന്നെ കണ്ടേ. അതെ.
ഞാൻ എന്റെ സ്വന്തം ചേട്ടനെ പോലല്ലേ കണ്ടേ? അതെ ഞാനും എന്റെ സ്വന്തം സഹോദരനെ പോലെ അല്ലയോ നിന്നെ കണ്ടേ? സത്യം. നമ്മള് പിന്നെ ആയിട്ടില്ല. ജോഷുവാ ജോഷുവ. ജോഷുവാ വേറൊന്നുമല്ല, ഇന്നലെ മോനും ഇവിടുത്തെ ഒരു മോനുണ്ടല്ലോ കേശു. കേശുവും കൂടെ ബാറിന്റെ ഫ്രണ്ടിൽ വെച്ച് കണ്ടില്ലായിരുന്നോ? കണ്ടായിരുന്നു. അതെ, അതെ കറക്റ്റാ. ബാറിന് എന്തിനാ നിങ്ങൾ പോയത്? അത് നമ്മൾ ചുമ്മാ പിന്നെ ചുമ്മാ ബാറിൽ പോവോ? എന്തിനാ ബാറിൽ പോയത്? ചുമ്മാ പറ. സത്യം അതെ, കേശുവെല്ലാം പറഞ്ഞായിരുന്നു. അല്ലേ? അതിന്റെ ചേച്ചി ഒരു ബിയർ അടിക്കാൻ കയറിയത് ഞാൻ. ഒരു ബിയർ അടിക്കാൻ കേറിയതാണേ, വേറെ ഒരു ബിയർ. അപ്പൊ നീ ഒരു ബിയർ അടിച്ചു, സമ്മതിച്ചു. ഒരെണ്ണം അടിച്ചു. അപ്പൊ കേശുവോ? ഞാൻ ഒരു ബിയർ അടിച്ചല്ലോ. അപ്പൊ ഞാൻ നിർബന്ധിച്ചപ്പോ മതി, ഇത്രയും അറിഞ്ഞാ മതി. മാറിക്ക്, പുറത്തേക്ക് ഇറങ്ങല്ലേ? എന്താ ഇനി സത്യം പറ, നീ ഇന്നലെ കുടിച്ചോ? ഞാൻ കുറിച്ചൊന്നുമില്ല. കേശു സത്യം പറഞ്ഞ പല്ലടിച്ചാൻ താഴെ. ഞാൻ ഉള്ളവരോട് പറഞ്ഞ ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. ഇവൻ പറഞ്ഞായിരുന്നല്ല, ഇവൻ എന്തോന്ന് പറഞ്ഞ്? ഇവൻ നിർബന്ധിച്ചപ്പോ ഞാൻ കുടിച്ച എന്റെ ചേച്ചി അവൻ കുടിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ നീ കുറച്ച് മുന്നേ എന്നാണ് പറഞ്ഞത്? എന്നെ നിങ്ങൾ പറയാൻ വിട്ടിട്ട് വേണ്ട വല്ലതും. ഞാൻ പറയാം. ഇന്നലെ ഞാൻ ബാറിൽ പോയല്ലോ, അപ്പൊ ഇവനെയും കൊണ്ട് പോയി. ബാറിൽ പോയി കുടിച്ചു കഴിയുമ്പോൾ എനിക്ക് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ബൈക്ക് ഓടിക്കാൻ ഒരാൾ വേണ്ടേ? അതിനാണ് ഞാൻ ഇവനെ കൊണ്ടുപോയത്. അതാണ് സംഭവം. അത്രയുള്ള സംഭവം. ബാക്കി പറയടാ, പറയാ. അപ്പോ ഞാനൊരു ബിയർ അടിച്ചപ്പോ അവിടെ അടുത്ത് ടച്ചിക്സ് ഉണ്ടാവുമല്ലോ, ഞാൻ നിർബന്ധിച്ചപ്പോ അവൻ ആ മിച്ചർ മുഴുവൻ ഇരുന്ന് തിന്നു. അതാണ് ഞാൻ പറയാൻ വന്നത്. മിച്ചർ മുഴുവൻ ഇവൻ തിന്നെന്ന്. 1 കിലോളം 1 കിലോ മിച്ചറാണ് ഇവൻ തിന്നത്. മിച്ചറ് മാത്രമാണ് ഞാൻ നിന്നത്. അവിടെ പോയിരുന്നൊരു സോഡ പോലെ കുടിക്കാത്ത എന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ഞാൻ വെള്ളം അടിച്ചെന്ന് പറഞ്ഞല്ലേ? എന്നാ ഞാൻ ഒരു സത്യം പറയട്ടാ, യവൻ ഒന്നല്ല 3 ബിയറാണ് അടിച്ചത്. ഭയങ്കര കപ്പാസിറ്റി ഉണ്ടോ? നീ മൊട്ടാതെ വരുന്നില്ലല്ലോടാ. നീ ബിയർ കുടിച്ചോടാ. സ്വന്തം മോനെ പോലെന്ന് പറഞ്ഞു. സ്വന്തം മോനായതുകൊണ്ടാണ് അടിച്ചേ. എടാ ഉയിര് വേണമെങ്കിൽ ഇറങ്ങി ഓടാ മണ്ട. പേടിക്കണ്ട, അവന്റെ സ്വന്തം പാവാടപ്പാണ്ടി തട്ടി വീണതാ.